നമസ്കാരം, അഭിലാഷാട്ടായാണ്. ഒപ്പം പ്രിയപ്പെട്ട ആറാട്ടണ്ണൻ. അദ്ദേഹം നല്ല റിവ്യൂസ് പറയുന്ന ഒരാളാണ്. അതിലുപരി ഒരുപാട് സിനിമകളുണ്ട്, ഇനിയും അവസരങ്ങളുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞൊരു വാക്ക് അറിയാലോ, അത് ഭയങ്കര വിവാദമായി. ആ വിവാദത്തിൽ പിടിച്ച് ഒരുപാട് പേര് അല്ലേ കളിച്ചു. അത് പോട്ടെ, അതൊന്നും കുഴപ്പമില്ല. എന്തായാലും വേറെ കാര്യമുണ്ട്. തെറ്റാണെന്ന് കണ്ട് തിരിച്ചു പറയുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ. അപ്പം തെറ്റാണെന്ന് മനസ്സിലായി അണ്ണൻ അണ്ണൻ പറയുന്നത് നമ്മളാരും സപ്പോർട്ട് ചെയ്ത് പറയുന്നതല്ല കേട്ടോ, റീച്ചിന് വേണ്ടിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അതെല്ലാം കഴിഞ്ഞു. അപ്പോൾ അണ്ണാ നമസ്കാരം. കല്യാണം നടത്തി എന്തൊക്കെ വേണ്ടി ചെയ്തു. ആദ്യമായിട്ടും ചെയ്തോ. അപ്പോൾ എന്തായാലും ഒരു തെറ്റണ്ണന് പറ്റിയില്ലേ? അപ്പോൾ ആ ഒരു തെറ്റ് പറഞ്ഞു കൂടിപ്പോയി. അപ്പോൾ എന്തായാലും ഞാനൊരു കാര്യം പറയട്ടെ, ഒരു അനിയൻ എന്ന രീതിയിൽ ഒരു കാര്യം പറയട്ടെ. ഇനി നമ്മളൊരു കാര്യം, ഈ രോഗങ്ങൾ എന്ന് പറഞ്ഞ സംഭവം ആർക്കും വരാം, അതിനെ കുറിച്ച് പറയരുത്. എന്തായാലും അത് കഴിഞ്ഞു. ഇനി അണ്ണൻ്റെ വായിൽ നിന്ന് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവില്ലല്ലോ, ജീവിതത്തിൽ ഉണ്ടാവില്ലല്ലോ. അതിനെല്ലാവരും മാപ്പ് പറഞ്ഞ വീഡിയോസൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ ഒരു തവണ കൂടി ക്ഷമിക്കുക എല്ലാവരും. പ്രിയപ്പെട്ട ആറാട്ടനെ നമുക്കറിയാം, കാരണം ക്ഷമിക്കുക. ഇനി ഉണ്ടാവില്ല. അണ്ണൻ നല്ല രീതിയിൽ നല്ല കോമഡി വീഡിയോസൊക്കെ ചെയ്തിട്ടാണ് അണ്ണൻ ഇനി മുന്നോട്ട് വരുന്നത്. അത് മതി കണ്ടന്റ് അല്ലേ അണ്ണാ? നല്ല വീഡിയോസ്, കോമഡി വീഡിയോസ് ചെയ്യുക. അണ്ണനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ വെറുത്തവർ ഒന്നുകൂടി അണ്ണനെ സ്നേഹിക്കുക അല്ലേ? അപ്പോൾ ഇനി ഒരിക്കലും അണ്ണനെ അതിനെക്കുറിച്ച് പറയരുത് കേട്ടോ. അഭിലാഷ് അവിടെ ഇതിനോടൊപ്പം ഉണ്ടാവില്ലേ? ഓക്കെ, സപ്പോർട്ട് ചെയ്ത ആളാണ്. ബാക്കി എല്ലാം താങ്ക് യു അണ്ണ.